പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രഭാതം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്ന ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിശ്ചല നാമത്തിൽ ഞാൻ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം അതിന്റെ 20 വേദഭാഗം. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ നമുക്ക് വിരോധമായിട്ട് ചെയ്യുന്ന, നമുക്കെതിരായിട്ട് ചെയ്യുന്ന കാര്യം പോലും സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് നന്മയ്ക്കാക്കി കൂട്ടിത്തീർക്കും, നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് യോസഫിനെ തന്നെ നോക്കാം. അവന്റെ സഹോദരന്മാർ അവനെ വെറുത്തു, പൊട്ടക്കുഴിയിലിട്ടു, അവനെ വിറ്റു. അവന് വിരോധമായി വളരെയധികം ഭാരങ്ങൾ അവർ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ അതെല്ലാം ദൈവം അവന് നന്മയ്ക്കായി തീർക്കുവാൻ തക്കവണ്ണം ഇടയായി എന്ന് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് പിന്നീടുള്ള അവന്റെ ജീവിതത്തിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ ഞാൻ സന്ദേശം നിങ്ങളോട് പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധികളെയും നിർമ്മല മനസാക്ഷിയോടുകൂടി സന്തോഷത്തോടെ നേരിടുവാൻ നമുക്കിടയാകട്ടെ. പലപ്പോഴും യോസഫ് തന്റെ സഹോദരന്മാർക്ക് വിരോധമായി എത്രയോ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അവിടെയൊക്കെയും താൻ സഹന ശക്തിയോടുകൂടി തന്റെ സഹോദരങ്ങളെ സ്നേഹിച്ച് അവനാൽ കഴിയുന്നത് അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇടയായി എങ്കിൽ അവനെല്ലാം ഹൃദയത്തിൽ സന്തോഷത്തോടെ സ്വീകരിച്ചുവെങ്കിൽ, ഹൃദയത്തിൽ വേദനയുണ്ടായിട്ടും സഹോദരങ്ങളെ കൈവിടാതെ വണ്ണം നല്ല മനസാക്ഷിയോടുകൂടി തന്റെ സഹോദരങ്ങളോട് ഇടപെട്ടുവെങ്കിൽ ദൈവം അവന് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചതുപോലെ ഈ പ്രഭാതത്തിൽ നമ്മുടെയും ജീവിതത്തിൽ ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. വിശ്വസിക്കുക. ഈ പ്രഭാതത്തിൽ ദൈവമൊത്തം കാണുവാനിടയാകും. ഗോഡ് ബ്ലെസ് യു ഓൾ. മറാനാഥ.